വെള്ളത്തെ ഡിസൈൻ ഉണ്ടോ? ചെരുപ്പ് ഏതാ നൊസ്റ്റാൾജി? നൊസ്റ്റാൾജിക്ക് പറ്റിയ സാധനം. വേരെന്ത് കിച്ചണല്ലോ. പലതരം അരികള്, സ്മൂത്തായിട്ട് കുറച്ച് റഫായിട്ട്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്ന കന്യാകുമാരി ജില്ലയിലെ പത്മനാഭപുരം പാലസിലാണ്. അപ്പം പൊതുവെ ഇന്ന് ഞായറാഴ്ച കൊണ്ട് തിരക്കുണ്ടെങ്കിലും കുഴപ്പമില്ല, നമുക്ക് സുഖമായിട്ട് തന്നെ ഒരു 1-2 മണിക്കൂറിൽ നമുക്ക് കണ്ടിറങ്ങാം. അപ്പോൾ ഈ ഒരു പാലസ് കറക്റ്റ് കന്യാകുമാരി ജില്ലയിലാണെങ്കിലും ഇപ്പോഴിത് കേരള സർക്കാരിൻ്റെ അണ്ടറിലാണ്. ഈ ഒരു കൊട്ടാരത്തിൻ്റെ ഹിസ്റ്ററി നമ്മൾ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ 16-ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂറിൻ്റെ രാജാവായ ഇരവിവർമ്മ കുലശേഖര പെരുമാൾ ആണ് നിർമ്മിച്ചത്. പിന്നീട് 18-ാം നൂറ്റാണ്ടിൽ ശക്തനായ രാജാവായ മാർത്താണ്ഡവർമ്മ ഇത് വികസിപ്പിക്കുകയും പുതുക്കി പണിയുകയും ചെയ്തു. ഏകദേശം 6 ഏക്കർ വിസ്തൃതിയുള്ള ഈ ഒരു കൊട്ടാരം ശക്തമായ ഗ്രാനൈറ്റ് കോട്ട മതിലാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. ഈ കൊട്ടാരം മുഴുവനും മരത്തിൽ നിർമ്മിച്ച കൊത്തുപണികളാൽ ഇന്നും അവിടെ പ്രകാശിക്കുന്നു. അതായത് ഈ കൊട്ടാരത്തിന് തന്നെ കുറേ നമ്മൾ പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത രീതിയിൽ കുറേ അധികം മുറികളുണ്ടെന്നാണ് അറിയപ്പെടുന്നത് തന്നെ. വായു സഞ്ചാരം സുഖകരമാക്കുന്ന രീതിയിലാണ് ഈ ഒരു കൊട്ടാരം നിർമ്മിച്ചിരിക്കുന്നതും കൂടി. മനോഹരമായ പെയിൻറ്റിങ്, ചിത്രങ്ങൾ, പുരാതന ആയുധങ്ങൾ, ഉപകരണങ്ങൾ, ഏകദേശം 200-300 പഴക്കം ഉണ്ട്. ഇതിനകത്ത് ഒരു കാര്യം കൂടി എടുത്തു പറഞ്ഞതെന്ന് വെച്ചാൽ, ഡച്ച് വ്യാപാരികൾ നൽകിയ ഔഷധ ഗുണമുള്ള മരത്തിൽ നിന്നും നിർമ്മിച്ച രാജാവിൻ്റെ കിടക്കയും ഒരു പ്രത്യേകതയാണ്. മരത്തിലുണ്ടാക്കിയ കൊട്ടാരം കാണാൻ വേണ്ടി ലോകമെമ്പാടുമുള്ള ആളുകൾ ഇവിടെ സന്ദർശിക്കുന്നു. ഇവിടെ ഏറ്റവും കൂടുതൽ ഭംഗിപ്പെടുത്തത് തടികളാൽ ഉണ്ടാക്കിയ ആ ഡിസൈൻസ് ആണ് നമ്മളെ ഏറ്റവും കൂടുതൽ ആകർഷിപ്പിക്കുന്നതെന്ന് പറയാം. ആ ഒരു ജനറേഷൻ സമയങ്ങളിലും അത്രയ്ക്കും ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള കൊത്തുപണിക്കാരുടെ ഉണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് വലിയൊരു അത്ഭുതം തന്നെയാണ്. അതുപോലെ ആ ഒരു ഡിസൈൻസൊക്കെ കാണുമ്പോൾ തന്നെ നമ്മൾ അത്രയ്ക്കും ആകർഷിച്ചു പോകും. ഇത്രയ്ക്കും ഒരു ഡിസൈൻസൊക്കെ ചെയ്തെന്ന് പറയുമ്പോൾ തന്നെ നോക്കിക്കോണേ. ഹായ്. ഇത് സദ്യ നടത്തുന്ന സ്ഥലമല്ലേ? പക്ഷേ തൂണുണ്ടോ? നോക്കി ഔട്ട് വരാം. നോക്കി ഒറ്റയടിക്ക് എത്ര പേർക്ക് ഇരിക്കാല്ലേ? ഞാൻ വന്ന സമയത്ത് ഇവിടെ മറ്റില്ല നമ്മളെ ഈ അതിൻ്റെ പേരെന്തുവാ, മറ്റേ അച്ചാറൊക്കെ ഇടുന്നൊരു ചട്ടി സാധനം ഉണ്ടല്ലോ, ഭരണി ഊട്ടുപുര. 2000 ആളുകൾക്ക് സദ്യ നൽകുന്നതാണ്. ഇതൊക്കെ തടിയോ, ഹൈലൈറ്റ് തടിയാട്ടോ. പിന്നെ ഒന്ന് കഴിഞ്ഞ വട്ടം ഞാൻ പിന്നെ വീട്ടിൽ പൈസ എടുത്തില്ലായിരുന്നു, ഫോട്ടോ മാത്രം എടുത്തത്. ഞാൻ പിന്നെ ഫോട്ടോ എടുത്തിട്ടാണ് വന്നത്. ഇങ്ങനെ പോകും ദൂരം. ഇപ്പോൾ സമയം എത്രയായി? കറക്റ്റ് 2 മണിയേ. ഇറങ്ങുമ്പോൾ നോക്കിക്കോണേ. ഇത്ര സ്പേസ് ഒക്കെ ടർഫാ. ഓരത്ത് നോക്കി ഇവിടെ നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കൂടാ. എന്താ കാണുമ്പോൾ നമുക്ക് വിചാരിക്കൂ
അമ്പാടി അങ്ങനെ ഇറങ്ങി വരികയാണ്. പിന്നെ അത്രയ്ക്ക് മെയിൻറ്റെയിൻ ചെറുതായിട്ട് മെയിൻറ്റെയിൻ ചെയ്തോളൂ, അതുകൊണ്ടാണ് ഇത് ഇരുന്ന് പോകുന്നത്. അല്ലെങ്കിൽ ഇപ്പോഴേ ഇതായാലും ഇതാ ഓ നമ്മുടെ സ്ഥലമുണ്ട്. ഇല്ല അതൊന്നുമില്ല. അതാ നീ ഇതൊക്കെ ആ പടത്തിൽ കണ്ടിട്ടുണ്ടോടാ? ഈ സീൻ കണ്ടിട്ടുണ്ടോ? എനിക്ക് മലയാളം കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയത്തില്ല. ചിലപ്പോ കാണണം മിണ്ടായി എതിര് പിന്നെ ഉണ്ടെങ്കിൽ ഏതാ മറ്റേ DRS അല്ലല്ലോ എൻ്റെ പേരുന്ന ഡിറ്റക്ട് ചെയ്യുന്ന സാധനം. ഇതാണ് നമ്മുടെ ചന്ദ്രമുഖിയുടെ. വേണ്ട ഒന്നും തൊടണ്ട. ആ ശരിയാ ശരിയാണ്. ഇതെടുത്ത് നേരെ എൻ്റെ നെഞ്ചത്തോട്ടം കൊത്തിക്കാൻ വേണ്ടി ഇതെല്ലാം ചോദിക്കും. നോക്കിക്കോളൂ ബാൽക്കണി. ഏതാ ഒരു ഡെഡിക്കേഷൻ. ചിലപ്പോൾ ഇതാദ്യം അങ്ങോട്ട് വരും. ഇന്നൊക്കെ മിഷീൻ ഏതാ ഡിസൈനാണോ എടുത്തത്. ഈ ഡോറില്ലേ, ഡോറിൻ്റെ പണിയൊക്കെ ഒന്ന് കാണണം. രണ്ട് റീസൺ ഉണ്ട്. ഒന്ന് നമ്മുടെ കേരള ആർക്കിടെക്ചറിലെ വീടെന്ന് പറഞ്ഞാൽ അമ്മയെ പോലെ അപ്പൊ തലവണങ്ങി കയറണം, അതാണ് മര്യാദ. അപ്പൊ ഇവിടെ ലേഡീസിന്റെ ഏരിയ ആകുമ്പോൾ കുറച്ചും കൂടെ കുറയും. അപ്പൊ ഒന്ന് കുനിഞ്ഞേ നമ്മളിനകത്ത് കയറാൻ പാടുള്ളൂ. രണ്ടെന്ന് പറഞ്ഞാൽ ഡിഫൻസിന് വേണ്ടിയിട്ടാണ്. ഇതൊരിക്കലും ഒരു ഫാമിലി ഓറിയന്റഡ് പാലസ് എല്ലാ ലെവലും നമ്മൾ കാണുകയും ചെയ്യരുത്. മാർത്താണ്ഡവർക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്. അപ്പൊ ശത്രുക്കൾക്ക് കെണി വെക്കുക എന്നതാണ് ഇതിനകത്ത് മെയിൻ പരിപാടി. 6 റൂം ഒരു റൂം കൂടുതലും ബാൽക്കണി ആട്ടോ വരുന്നത്. ചാടണ്ടേ പറഞ്ഞാണെങ്കിൽ ഇവിടുന്ന് ഏടി അപ്പുറത്താ. ഒരു മഴയുണ്ടെങ്കിൽ മഴ പറഞ്ഞു കഴിഞ്ഞപ്പോൾ വരത്തില്ല. ഈ ഡിസൈൻ ഇതാണ് രാജാവിന്റെ ബെഡ്റൂം. ഈ കട്ടില് രാജാവിന്റെ ഡച്ചുകാര് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തതാണ്. 64 ഔഷധമരങ്ങൾ കൊണ്ടാണ് കട്ടില് നിർമ്മിച്ചിട്ടുള്ളത്. പഴയ കട്ടില്ല, ഔഷധമരമുള്ള കട്ടില്ല. ഗിഫ്റ്റ് കൊടുത്ത് ഇതിനൊക്കെ കൊടുക്കണം. ഞാനില്ല, പക്ഷെ അതേ ഉള്ളൂ കുഴപ്പം. ഗിഫ്റ്റാണ്. ബാക്കി ഭാഗം ചെയ്തുകൊണ്ടാണ്
പിന്നെ റൂമിന്റെ സീലിംഗ് വരുന്നവർക്ക് എൻട്രി വഴികൾ വീണ്ടും ചുരുങ്ങുകയാണ്. മേക്കപ്പ് റൂം. It was that the king's mother used it to sleep. Mother. Toilets. Please don't sit here. നോക്കിയേക്കണം. ആ തലയിടിക്കല്ലേ. Please don't sit here. The royal office. Don't touch. നോക്കുണ്ടോ? സ്റ്റാഫിന്റെ ഒന്നും എടുക്കരുത്. ഇല്ല അതൊന്നും മുന്നേ അവരുടെ റോയൽ ഓഫീസിലായിരുന്നു. ഇപ്പൊ ഇത് പെയിന്റിംഗ് ഹോളായിട്ട് മാറ്റിയിട്ടുള്ളതാണ്. 200 വർഷം പഴക്കം വരുന്ന പെയിന്റിങ്സ് ആണല്ലോ. നീലകണ്ഠപിള്ള എന്നാണ് ഇവരുടെ തന്നെ ദർബാർ ആർട്ടിസ്റ്റ് വരച്ചിട്ടുള്ളത്. മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള രാജാവാണ് മാർത്താണ്ഡവർമ്മ. 13ാമത്തെ ആളാണ്. 14ാമത്തെ ആളും അവസാനത്തെ മാറി. വീഡിയോ പിടിക്കുമ്പോൾ എല്ലാം കൂടി കീഴി ചേർക്കുന്നുണ്ട്.
ഇതെങ്ങനെയാണ് കൊള്ളാല്ലേ? അപ്പോൾ അടുത്ത് നമ്മൾ വന്നിരിക്കുന്ന ഏതാണ്ട് 400-300 വർഷങ്ങൾക്ക് ശേഷമുള്ള അന്ന് ചെയ്തിരുന്ന ഉപകരണങ്ങളാണ് ഇന്ന് ഈ അറയ്ക്കുള്ളിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് തന്നെ. ഇന്നും അവിടെ ഒരു ടൂറിസ്റ്റ് പ്ലേസിൻ്റെ ഒരു നീണ്ട ക്യൂ തന്നെയാണ്. അപ്പം കസേര, അതുപോലെ വിളക്ക്, ചെരുപ്പ്, ഇതെല്ലാം ഇന്നും അവിടെ യൂസ് ചെയ്ത് നമ്മളൊരു വരുന്ന ടൂറിസ്റ്റ് പ്ലേസുകാർക്ക് വേണ്ടി ഒതുക്കി വെച്ചേക്കുകയാണ്. അതുപോലെ ഇതിനകത്ത് എടുത്തു പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങൾ വന്ന സമയത്ത് ആൾക്കാരുണ്ടായിരുന്നെങ്കിൽ പോലും നമ്മളിവിടെ കയറിയപ്പോഴത്തേക്ക് ആൾക്കാർ പൊതുവെ കുറവായിരുന്നു. പിന്നെ നമ്മൾ അവിടെ ചോദിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആൾക്കാർ ആരും വന്നില്ല എന്നുള്ളത്. അപ്പോൾ അവിടുത്തെ ഒരു സാറ് തന്നെ പറഞ്ഞു ഓൾറെഡി ആൾക്കാർ മുമ്പേ തന്നെ പോയി എന്നുള്ളത് തന്നെ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് അന്ന് മുതലുള്ള ഉപകരണങ്ങളും അതുപോലെ ഇന്നും നമ്മൾ ഈ മരങ്ങൾ കൊണ്ടുള്ള പല ഡിസൈൻസും അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ വീശിയറി, കസേര, അങ്ങനെ ഒത്തിരി ഐറ്റംസാണ് ഇതിനകത്ത്. അതുപോലെ ഇതിനകത്ത് തന്നെ നമ്മൾ കിച്ചൻ്റെ ഒരു ഭാഗം നമ്മളതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്ത് നമ്മളായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം ആണെങ്കിൽ കാണുമ്പോഴത്തേക്ക് മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ല് എനേബിൾ ചെയ്ത് വെക്കുക. നിങ്ങൾ എല്ലാവരുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം. അപ്പോൾ ഇത് നമ്മളൊരു പാർട്ട് 1 പാർട്ട് എന്നുള്ള രീതിയായിരിക്കും, കുറച്ച് ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരുടെ സപ്പോർട്ട് വേണം. ഇതൊക്കെ അന്നത്തെ ആ സമയങ്ങളിൽ യൂസ് ചെയ്യുന്നല്ലോ. ഇതൊക്കെ തടിയൊക്കെ ചെയ്ത് വെച്ചേക്കുന്നുണ്ടോ? എല്ലാം പിടിച്ചു. സത്യ കുടം, ചെരുപ്പ്, ഏതാ നൊസ്റ്റാൾജി. നൊസ്റ്റാൾജിക്ക് പറ്റിയ സാധനം. പേരെന്ത്? കോളാമ്പി അല്ലേ? കോളാമ്പി അല്ലേ? എന്തൊരു പേരാണല്ലേ. പക്ഷെ ലൈറ്റ് ഉണ്ടെങ്കിൽ നല്ലതായിരുന്നല്ലേ. ലൈറ്റ് ഇട്, വീഡിയോയിൽ ഫ്ലാഷ് ആണല്ലോ. ഫ്ലാഷാ? ഫ്ലാഷ് ലൈറ്റ് ഇതാണ് ഡിസൈൻ നോക്കിയാണോ? കൊള്ളാം, ഈ സ്ഥലം കൊള്ളാം അല്ലേ? ചെറുതാണെങ്കിലും കൊള്ളാം. തുടരുത്. നിങ്ങൾക്ക് എങ്ങനെ ചെയ്ത് മൊത്തം തടിയതാ. ഡോണ്ട് ടച്ച്, എല്ലാത്തിലും ഡോണ്ട് ടച്ച്. വീണ അകത്തളം, കിടപ്പറ, കൊച്ചുങ്ങളല്ലേ. കൊച്ചിൻ്റെ അടിപൊളി. അച്ചാറും മാങ്ങാച്ചാറൊക്കെ ഇട്ട് വെക്കുന്ന സാധനം. അപ്പോൾ ദയവേത് പോകുന്നവരെ ശ്രദ്ധിക്കുകയെന്ന് വെച്ചാൽ ആ തല ഇടിക്കാതെ നോക്കുക. എന്ന് വെച്ചാൽ ഹൈറ്റ് കുറവാണ്, അപ്പോൾ തല ഇടിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ പോകുമ്പോൾ ശ്രദ്ധിച്ച് കണ്ടുപോവുക. അപ്പോൾ അതിനകത്ത് തന്നെ എല്ലാ ഇൻസ്ട്രക്ഷൻസും എഴുതിയിട്ടുണ്ട്. അതുപോലെ ഓരോ ഇതിലും ഉപകരണത്തിൽ പോലും ടച്ച് ചെയ്യാൻ പാടില്ല. അപ്പം അതും ശ്രദ്ധിക്കുക.
അപ്പോൾ നമുക്ക് വളരെ ആകസ്മികമായ എല്ലാ ഉപകരണങ്ങളും നമുക്ക് നേരിട്ട് തന്നെ കാണാൻ സാധിക്കും. അപ്പം ഈ ഒരു ചാൻസ് മിസ് ചെയ്യരുത്. നമുക്ക് മൺഡേ ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും ഓപ്പൺ ആണ്. അപ്പോൾ നമുക്ക് എപ്പോഴും വേണമെങ്കിലും പോകാം. അപ്പോൾ 12 മണി തൊട്ട് ഉച്ചയ്ക്ക് 2 മണി വരെ ബ്രേക്ക് ടൈം ആയിരിക്കും. അത് കഴിഞ്ഞ് ഓപ്പൺ ആയിരിക്കും. ഇപ്പോൾ ശ്രദ്ധിക്കുക. അപ്പം ഉടൻ തന്നെ ഒരു പ്ലേസ് ഇപ്പം വെക്കേഷനെല്ലാം തുടങ്ങിയുണ്ട്, നമുക്ക് പോയി വിസിറ്റ് ചെയ്യാം. അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് വേണം. നമ്മൾ ഇനിയും ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ ഉടൻ തന്നെ ഇടുന്നതാണ്. എല്ലാവരുടെയും സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം. അതേപോലെ മറക്കാതെ നമ്മുടെ ചാനൽ ലൈക്കും കൂടി ചെയ്യുക. മൊത്തം ഞാൻ അങ്ങനെ ഇടും വീഡിയോ, കുറച്ച് ചെറിയ ചെറിയ ലാഗുള്ളത് മാറ്റാം. എന്തെങ്കിലും ഫോട്ടോയും വീഡിയോ എനിക്ക് ഇട്ട് തരണം. ഇല്ല, ഇവിടുന്ന് കുളപ്പുറ കുളിക്കുന്ന സ്ഥലം. വെള്ളം ഉണ്ടോ? ഇനിയുണ്ട്. അതല്ലേ ഇനിയായിരിക്കും ഇതിനകത്ത് വരുന്നത്. ചന്ദ്രമുഖിയുടെ ചന്ദ്രമുഖിയല്ലേ? തമിഴ് തിരുമേനി ചന്ദ്രൻ. എനിക്ക് ആ ഒരു പേര് വരത്തുള്ളാവാ. ഒറ്റ തൂണ് നോക്കിയേ. എനിക്ക് പെട്ടെന്ന് മണിച്ചിത്ര താഴ്ന്ന് വരത്തില്ല. ഇനിയും ഉണ്ടതില്ല. ഞാൻ ആലോചിച്ചു ഇതൊരു കിച്ചൺ റൂം. ഓ കൊള്ളാല്ലേ സംഭവമൊക്കെ. വെള്ളം മേളി വെള്ളം മേളി ആണ്ടാ ആണ്ട് അത് വെള്ളം അത് പകുതിയാ. പോയി പലതരം അരികൾ, സ്മൂത്തായിട്ട്, കുറച്ച് റഫായിട്ട്, പൊടിയായിട്ട്. ഇത് കഴിയുന്ന സ്ഥലമായിരിക്കും. വെജിറ്റബിൾസ് ഒക്കെ പാത്രം കഴുകുന്ന ഇതിനകത്ത് കയറി നമ്മൾ കുറച്ച് നമ്മൾ എവിടെ നിന്നുണ്ടല്ലോ ഫോട്ടോ എടുത്തതിൻ്റെ. അതായത് ഒരാളെ ഇവിടെ നിന്ന് വെള്ളം ഒഴിക്കുകയാണ്. ഏതാ ഈ സാധനം ഇതിനകത്ത് ഈ പൂട്ടൊന്നും തുറക്കാനേ അറിയത്തില്ല ആർക്കും. എന്തുകൊണ്ടാണെന്തോ ഈ കാണിച്ചു വെച്ചേക്കുന്നത്. ഞാൻ അതൊക്കെ പെട്ടുപോയി കഴിഞ്ഞാൽ സത്യം. അതുമല്ല തുറക്കാനും പറ്റത്തില്ല. നോ എൻട്രി. ഓ തുളസിയിലൊക്കെ നിർത്തി. അതാരാ അവിടെ? അത് വേറെ സ്ഥലമാണ്. എടുത്ത് കൈ വെച്ചോ. ചന്ദ്രമുഖി. ചന്ദ്രമുഖി അല്ലേ? എനിക്ക് ചന്ദ്രമുഖി എന്നാണ് പേര് വരുന്നത്. കല്ലിനകത്ത് കുത്തി വെച്ചേക്കുന്നുണ്ടോ? ഇതെല്ലാം കല്ലി കുത്തി. ഇപ്പോഴത്തെ കണക്ക് രണ്ടായിട്ട് എടുത്തിട്ട് മറ്റേ സിമെന്റ് ചൊട്ടിക്കുമല്ലോ. അല്ലല്ല, ഒറ്റ പീസ് എടുത്ത് കല്ലെടുക്കുക. കണ്ടിട്ടുണ്ട് ആണി വെച്ച്. ഇതൊക്കെ കാണുമ്പോഴല്ലേ. ഓക്കെ, ഇതുവഴി അന്നത്തെ മേശ്ശേരി ആരായിരിക്കും? ഓക്കെ, മേശ്ശേരിമാരെ സംബന്ധിച്ചു തുഞ്ചത്തമ്പീന് തമ്പിയ. ഇത് മേൽക്കൂരടാ നമ്മളെ. നോ എൻട്രി. മേൽക്കൂരല്ലേ? ചുവടൊക്കെ ഉണ്ട്. പിന്നെ മേൽക്കൂര ഉണ്ടല്ലോ, ഏറ്റവും മേളിൽ ടോപ്പായിട്ട് വെക്കുന്നത് ആ ഒരു സാധനം.